ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം ബൈബിൾ പഠിക്കുകയാണ്. തിരുവചനത്തിൻ്റെ ആഴങ്ങൾ നാം ഗ്രഹിക്കാൻ പരിശ്രമിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം പഠിച്ചു വന്നത്. പരിശുദ്ധാത്മാവാണ് ഈ തിരുവചനം എഴുതിയത്. ചില മനുഷ്യരുടെ ആകാം. 40ഓളം എഴുത്തുകാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാണ് ഈ തിരുവചനം എഴുതിയത്. അതുകൊണ്ട് ഈ തിരുവചനം പഠിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഗുരുവും ഉപദേഷ്ടാവും പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത്. ഏതാണ്ട് 5 എപ്പിസോഡുകൾ നാം കഴിഞ്ഞു. ഇന്ന് 6ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ 66 പുസ്തകങ്ങളിൽ പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം പ്രകടമായി വ്യാപരിക്കുന്നുണ്ട്, ഓരോ പുസ്തകത്തിലും ഓരോ ഭാഗങ്ങളിലുമെന്ന് നാം ചിന്തിച്ചു വരികയാണ്. ഇന്ന് നാം സംഖ്യാപുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ബിലെയാം തലയുയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന ഒരു പ്രവാചകനായിരുന്നു ബിലെയാം. എന്നാൽ ആ മോവാബ് രാജ്യം വാണിരുന്നത് ബാലാക്ക് എന്ന രാജാവായിരുന്നു. ബാലാക്ക് എന്ന രാജാവ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മുന്നോട്ട് യാത്ര പോയി കനാൻ ദേശത്തെ ലക്ഷ്യമായി യാത്ര ചെയ്യുമ്പോൾ മോവാബ് സമഭൂമിയിൽ വന്ന് ഇസ്രായേൽ ജനം പാളയമിറങ്ങി. ബാലാക്ക് രാജാവ് ഇത് കണ്ടു. ബാലാക്ക് രാജാവിന് ഈ ഇസ്രായേൽ ജനം ഇത്രയും വലിയൊരു കൂട്ടം ജനത്തെ കണ്ടപ്പോൾ അവന് പരിഭ്രമം, അവന് പേടി. ഈ ജനം ഇങ്ങനെ വന്നാൽ എൻ്റെ നാട് മുടിയയില്ലേ? കർത്താവിന് സ്തോത്രം. ഇന്നും അനേകം നേതാക്കന്മാരുടെ ചിന്ത അതാണ്. ഈ ദൈവജനം വളർന്നാൽ എൻ്റെ നാട് മുടിയും. നാട് മുടിയല്ല, നാട് അനുഗ്രഹിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം വളരുമ്പോൾ നാടുകൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഒരു കാലത്ത് അനേകം വിദേശ മിഷണറിമാർ വന്നതുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ ഭാരതഭൂമിയിൽ അനേകം ദുരാചാരങ്ങളും ശൈശവ വിവാഹം, സതി പോലെയുള്ള നിഷ്ഠൂരമായ ദുരാചാരങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടത്. ഹീനതകൾ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. എന്നാൽ വിദേശ മിഷണറിമാർ വന്നു. അവർ അനേകർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അനേക ഭാഷകളിൽ തർജ്ജിമകൾ ചെയ്തു. അവരൊരുപാട് സംഭാവനകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ചെയ്തിട്ടുണ്ട്. സുവിശേഷം ആരെയും ഉപദ്രവിക്കുന്നില്ല, സുവിശേഷകർ ആരെയും വിഷമിപ്പിക്കുന്നില്ല. സുവിശേഷം സന്തോഷവും സമാധാനവും ഐശ്വര്യം തരുന്നതാണ്. ഇവിടെ ബാലാക്ക് രാജാവ് വിചാരിച്ചു, ഇവരെന്നെ നശിപ്പിക്കും, അതുകൊണ്ട് അതിനു മുമ്പ് ഇവരെ നശിപ്പിക്കുക. ഇന്നും അങ്ങനെയല്ലേ ദൈവജനത്തെ നശിപ്പിക്കാൻ നോക്കുന്ന വലിയൊരു കൂട്ടം നേതൃത്വം. അതിന് അവൻ കണ്ടുപിടിച്ച സൂത്രം എന്താണ്? ആ നാട്ടിൽ ബിലെയാം എന്നൊരു പ്രവാചകനുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ബാലാക്ക് ഈ ബിലെയാം എന്ന പ്രവാചകൻ്റെ അടുക്കൽ ആളെ വിട്ടതെന്ന് നാം സൂക്ഷ്മമായി ചിന്തിച്ചാൽ ബാലാക്കിനറിയാം, ഈ ബിലെയാമിൻ്റെ അടുക്കൽ ചെന്ന് ഇത്തിരി സമ്മാനവും ഇത്തിരി പണമൊക്കെ കൊടുത്താൽ അവൻ ഞാൻ പറയുന്ന പോലെയൊക്കെ പ്രവചിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു പ്രവാചകൻ അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല എന്ന്. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടാണത്? അവൻ്റെ ജീവിതം സംശുദ്ധമായി അവൻ കാക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വചനം സ്വീകരിച്ച് ജനത്തിന് പകർന്നു കൊടുക്കുന്നവനാണ്. ദൈവത്തിനും മനുഷ്യനും തമ്മിൽ ഒരു മാധ്യമമായി നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് സത്യസന്ധതയോടെയും വിശ്വസ്തയോടെയും പണക്കൊതിയില്ലാതെയും സ്ഥാനമാന മോഹമില്ലാതെയൊക്കെയാണ് പ്രവാചകൻ നിൽക്കേണ്ടത്. പക്ഷേ ഇവിടെ ബാലാക്കിന് മനസ്സിലായി, ഈ ബിലെയാമിനെ വിളിച്ചാൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ ജനം മോവാബി സമഭൂമിയിൽ പാർക്കുമ്പോൾ ബാലാക്ക് ഒരു കാര്യം ചെയ്തു. പ്രവാചകനായ ബിലെയാമിനെ വിളിക്കുവാനായി ബാലാക്ക് തൻ്റെ പ്രഭുക്കന്മാരെ വിട്ടു. അപ്പോൾ ഞാനത് വായിച്ച സമയം കളയുന്നില്ല. ആ പ്രഭുക്കന്മാർ വന്നപ്പോൾ ബിലെയാം പറയുകയാണ്, ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടേ പോരുകയുള്ളൂ. അവൻ പ്രാർത്ഥിക്കുന്നു. ദൈവം പറഞ്ഞു, അത് 22-ാം അധ്യായം 12-ാമത്തെ വാക്യം. ബിലെയാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറയുകയാണ്, നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയും വരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്ന് കൽപ്പിച്ചു. ആ ഒരു വചനം കിട്ടിയ സ്ഥിതിക്ക് ബിലെയാമിന് ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോട്, ഈ പണിക്ക് എന്നെ കിട്ടുകയില്ല,
ഞാൻ വരികയില്ല, ഇനി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞ് ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിൻ്റെ തലയിൽ കുറ്റം വെച്ചു. ദൈവത്തിൻ്റെ മേൽ കുറ്റാരോപണം നടത്തിക്കൊണ്ട് ദൈവം വിട്ടായിരുന്നു ഞാൻ വന്നുകൊണ്ടേനെ എന്നുള്ള ആ ഒരു ആശയമാണ് കൊടുക്കുന്നത്. കൃത്യമായി മുഖത്ത് നോക്കി കാര്യം പറയാൻ സ്വന്തം മാനവും തൻ്റെ സ്വന്തം സ്ഥാനവും സ്വന്തം ലാഭമോഹങ്ങളെല്ലാം താഴെ വെച്ചിട്ട് ഉള്ളതുപോലെ പറയാൻ, ദൈവം പറഞ്ഞതുപോലെ പറയാൻ ബിലെയാം മടി കാണിച്ചു. ദൈവം എന്നെ അനുവദിക്കുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവം പറഞ്ഞെന്താണ്? നീ അവരോടുകൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയുമരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകും. അങ്ങനെ പറയുന്നില്ല. നിങ്ങളുടെ ദേശത്തേക്ക് പോവുകയും നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ ബാലാക്ക് വിട്ടില്ല. ബാലാക്ക് വീണ്ടും ആളുകളെ വിടുകയാണ്. വീണ്ടും അതിൽ കൂടുതൽ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും എല്ലാം കൊടുത്ത് വിടുകയാണ് ബിലെയാമിൻ്റെ അടുക്കിലേക്ക്. കർത്താവിന് സ്തോത്രം. ബിലെയാം എന്ത് ചെയ്തെന്നറിയാമോ? നിങ്ങൾ ഇന്നും എൻ്റെ വീട്ടിൽ പാർക്ക്, ഞാൻ ദൈവത്തോട് ചോദിക്കട്ടെ. രണ്ടാമത് ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞത്, ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞത് വീണ്ടും വീണ്ടും നാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തോടുള്ള അവിശ്വാസമാണ്. നമുക്ക് വ്യക്തമായി ഒരാലോചന കിട്ടി. ദൈവമക്കളിലൂടെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നേരിട്ടോ വചനം വായിക്കുമ്പോഴോ ചില പ്രസംഗം കേൾക്കുമ്പോഴോ ദൂതുകൾ കേൾക്കുമ്പോഴോ ഒക്കെ നമുക്ക് ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആ ഒരു നിർദ്ദേശം കിട്ടി. പക്ഷേ നാം അതനുസരിക്കാതെ വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിക്കുക. ഒരു കാര്യത്ത് പോകണ്ട എന്ന് പറഞ്ഞു, അങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞു, ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞു, ആ കോഴ്സ് പഠിക്കണ്ട എന്ന് പറഞ്ഞു. ഏതെങ്കിലും നമുക്ക് ഭാവിയിൽ പ്രയോജനമുള്ള കാര്യങ്ങളെ ദൈവം പറയുകയുള്ളൂ. അത് പറയുമ്പോൾ നാം അനുസരിക്കാൻ തയ്യാറാണോ? ഈ ബിലെയാം എന്ത് ചെയ്തു? അവൻ വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിക്കുക. രണ്ടാമത് പ്രഭുക്കന്മാർ വന്നപ്പോഴും ചോദിക്കുക, ഞാൻ ഇവരോട് കൂടെ പോകണമോ? ദൈവം ബിലെയാമിനോട് പറയുകയാണ്, ഇവർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോക. എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞു. ഇവർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നു എങ്കിൽ. അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടാമത് ഇവർ വരരുതായിരുന്നു. രണ്ടാമത് അവർ വരാൻ തക്കവണ്ണമായിരിക്കേണ്ടിയിരുന്നില്ല ആദ്യം അവരോട് ഉത്തരം പറയേണ്ടത്. കൃത്യമായിട്ട് പറയാമായിരുന്നു. ആ ബാലാക്ക് രാജാവിനോട് പറയാമായിരുന്നു, ഞാൻ വരികയില്ല, ഞാൻ ശപിക്കുകയില്ല, ആ ജനം അനുഗ്രഹിക്കപ്പെട്ടതാണ്, നിന്റെ സമ്മാനങ്ങൾ കൊണ്ടൊന്നും ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല. അന്ന് യോസേഫ് പറഞ്ഞതുപോലെ, ഞാൻ ഈ മഹാദോഷം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്നതിനെ എങ്ങനെയെന്നുള്ള ആ ഒരു സമർപ്പണമോ ചിന്തയോ ബിലെയാമിനുണ്ടായിരുന്നില്ല. ബിലെയാം സ്ഥാനമോഹ കൊതിയുള്ളവനും പണത്തോട് കൊതിയുള്ളവനും രാജകീയ അധികാരത്തെ ഭയപ്പെടുന്നവനും മാനുഷിക മാനത്തെ അവൻ വിലയുള്ളതായി കണ്ടവനുമാകൊണ്ട് എന്ത് ചെയ്തു? അവൻ പുറപ്പെട്ടു പോയി. ബിലെയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബ്യ പ്രഭുക്കന്മാരോടുകൂടെ പോയി. 22-ാമത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബിലെയാമിൻ്റെ മേൽ ആത്മാവ് വന്നിട്ടുണ്ടായിരുന്നു, ആത്മാവ് ഉള്ളവനായിരുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിലെ ചില പാകപ്പിഴകളും ചില ദൈവം ദുഃഖിക്കുന്ന കാര്യങ്ങളും കണ്ടെത്തി അതിനോട് യാത്ര പറയാതിരുന്നതുകൊണ്ട് ദൈവം കോപിക്കുവാൻ തക്കവണ്ണം അവൻ്റെ ചില തീരുമാനങ്ങൾ അതിന് ഇടയൊരുക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഈ ബിലെയാമിൻ്റെ മേൽ ആത്മാവ് വന്നു. പക്ഷേ അവനത് ഗുണമായില്ല. ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അത് ഗുണമായി തീരണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ കാതലായ മാറ്റം വരണം. അവൻ ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ശപിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ സംഖ്യാപുസ്തകം 25-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ ശെത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. എവിടെ പറ്റിയെന്നറിയാമോ? ബിലെയാമിൻ്റെ ഉപദേശം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ബിലെയാമിനെ കുറിച്ച് പറയുന്നത് ബിലെയാമിൻ്റെ വഴിയെന്ന്. 2 പത്രോസ് 2:15 പറഞ്ഞു, അവർ നേർവഴി വിട്ട് തെറ്റി ബെയോറിൻ്റെ മകനായ ബിലെയാമിൻ്റെ വഴിയിൽ നടന്നു. ബിലെയാം ഒരു വഴി കാണിച്ചു കൊടുത്തു. കർത്താവിന്റെ സ്തോത്രം. യൂദ
1:11 യൂദായുടെ ലേഖനം ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലെയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും. ബിലെയാമിൻ്റെ വഞ്ചന, 1 ബിലെയാമിൻ്റെ വഴി, 2 ബിലെയാമിൻ്റെ വഞ്ചന, 3 വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇസ്രായേൽ മക്കൾ വിഗ്രഹ അർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ. ബിലെയാമിൻ്റെ ഉപദേശം, ബിലെയാമിൻ്റെ വഴി, ബിലെയാമിൻ്റെ വഞ്ചന, ബിലെയാമിൻ്റെ ഉപദേശം. ബിലെയാമിനെ കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ്. ഒന്നും പ്രയോജനപ്പെട്ടില്ല, ദൈവത്തിനോ ദൈവജനത്തിനോ പ്രയോജനപ്പെട്ടില്ല. ആ ബിലെയാമിൻ്റെ ഉപദേശം കൊണ്ട് എന്ത് സംഭവിച്ചു? സംഖ്യാപുസ്തകം 25-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, ഇസ്രായേൽ ശിത്തീമിൽ പറക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. നേരിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ, ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ബിലെയാം മനസ്സിലാക്കി. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി. ബാലാക്കിന് ഉപദേശം കൊടുത്തു. എന്താ ഉപദേശം കൊടുത്തത്? ശിത്തീമിൽ പാർക്കുമ്പോൾ മോവാബി സ്ത്രീകളുമായി പരസംഗം ചെയ്ത് പാപം ചെയ്യിച്ചാൽ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാമെന്നുള്ള ഉപദേശം. അതാണ് ബിലെയാമിൻ്റെ ഉപദേശം. ബിലെയാമിൻ്റെ വഴി, ബിലെയാമിൻ്റെ വഞ്ചന, ബിലെയാമിൻ്റെ ഉപദേശം. ദൈവാത്മാവ് വന്നുവെങ്കിലും അവൻ്റെ വഴി ശരിയായിരുന്നില്ല, അവൻ്റെ ഉപദേശം ശരിയായിരുന്നില്ല. അവനിൽ വഞ്ചനയുണ്ടായിരുന്നു, ദ്രവ്യാഗ്രഹമുണ്ടായിരുന്നു, മനുഷ്യമാനമുണ്ടായിരുന്നു. ദൈവത്തെക്കാൾ കൂടുതൽ അവൻ ഈ ലോകത്തിലെ രാജാവിനെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം നാം തികഞ്ഞുവെന്ന് കരുതരുത്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ മേലും ദൈവം തൻ്റെ ആത്മാവിനെ അയക്കുന്നുണ്ട്. എന്തിനാണ് ഈ ആത്മാവിനെ തരുന്നത്? നാം ഈ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിലിരുന്ന് നമ്മെ തന്നെ ഒന്നാമത് കണ്ടെത്തുക. ഞാൻ ആരാണ്? എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് എന്താണ്? നാം കണ്ടെത്തുക. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതല്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അവനെ അശുദ്ധമാക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞു. ഉള്ളിൽ നിന്ന് വരുന്നത് എന്തല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പുതിയ തുരുത്തിയിലേ പുതിയ വീഞ്ഞ് പകരുകയുള്ളൂ. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നാൽ തുരുത്തി പൊളിയും, വീഞ്ഞ് ഒഴുകിപ്പോവും. പ്രവാചകനായിരുന്ന ബിലെയാമിൻ്റെ അനുഭവം അതിന് ഉത്തമ ഉദാഹരണമാണ്. ബിലെയാമിൻ്റെ ജീവിതം മാറിയില്ല. ആ ബാലാക്ക് എന്ന രാജാവ് പ്രഭുക്കന്മാരെ വിട്ട് സമ്മാനങ്ങളുമായി വിട്ടപ്പോൾ അവനത് കത്തിവെക്കേണ്ടതായിരുന്നു, തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഞാൻ വരികയില്ല, നീ എന്നെ കൊന്നാലും ഞാൻ വരികയില്ല. അതായിരുന്നു ഭക്തന്മാരുടെ സമർപ്പണം. നാം തിരുവചനം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിൻ്റെ അനുഭവം, അല്ല അതിനു മുമ്പ് ഇസ്ഹാക്കിൻ്റെ അനുഭവം, യാക്കോബിൻ്റെ അനുഭവം, എന്തിന് അബ്രഹാമിൻ്റെ അനുഭവം എല്ലാം നാം നോക്കുമ്പോൾ ആരെല്ലാം ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യക്തമായ തീരുമാനത്തോടെയും ഉറച്ച നിർണയത്തോടെ നിന്നുവോ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശയുടെ തീരുമാനം, പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്ക് തിരഞ്ഞെടുത്തു. ദൈവജനത്തെ ശപിക്കുകയല്ല, ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്ക് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രരുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന് വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. അവന് സ്തോത്രം. ഒരു ഇസ്രായേലിയൻ മിസ്രൈമിനെ അടിക്കുന്നത് കണ്ടിട്ട് മോശയ്ക്ക് സഹിച്ചില്ല. അവൻ മിസ്രൈമിനെ അടിച്ചു കൊന്നു. കൊലപാതകം ശരിയാണോ എന്ന് ന്യായീകരിക്കുകയല്ല, പക്ഷെ അവൻ്റെ ഉള്ളിൽ ദൈവജനത്തോടായിരുന്നു കൂറ്. നമുക്കറിയാം, മോവാബെ പെൺകുട്ടിയായി രൂത്ത് രക്ഷപ്പെടാൻ കാരണം നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം നമ്മിൽ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കിട്ടിയാലും ഈ ആത്മാവ് നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, അത് നമുക്ക് ഗുണമാകുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയൊരു സന്ദേശമാണ് ഈ ബിലെയാം എന്ന പ്രവാചകനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു അപകട സൂചനയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നത്. പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ തരുമ്പോൾ ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നമ്മെ തന്നെ ശോധന ചെയ്യണം. എവിടെ തിരുത്താനുണ്ട്, എവിടെയെല്ലാം നീക്കുമൊക്കെ വരുത്താനുണ്ട്, എവിടെയെല്ലാം ഏറ്റുപറയാനുണ്ട്, എവിടെയെല്ലാം നിരപ്പ് പ്രാപിക്കാനുണ്ട്, ആരോടെല്ലാം ക്ഷമ പറയാനുണ്ട്, ദൈവസനിൽ എന്തെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുണ്ട്, എല്ലാം കണ്ടെത്തി ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നാം ഓരോ ദിവസവും വന്നില്ല എങ്കിൽ, നമ്മുടെ മേൽ ആത്മാവ് വന്നു എന്നെല്ലാം പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാൻ കഴിയുമെങ്കിലും അത് നമ്മുടെ തന്നെ നാശത്തിന് ഇടയാകും. അത് ദൈവജനത്തിന് ദോഷമാകും.
ദൈവത്തിനെതിരായുള്ള പ്രവർത്തനമാകും. ബിലെയാം ആത്മാവുള്ളവനായിരുന്നെങ്കിലും അവൻ്റെ ഉപദേശം ശരിയായില്ല, അവൻ്റെ വഴികൾ ശരിയായില്ല. അവൻ വഞ്ചനയുള്ളവനായിരുന്നു, അവൻ സ്ഥാനമോഹിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ ദ്രവ്യാഗ്രഹമുള്ളവനായിരുന്നു, സമ്മാന കൊതിയനായിരുന്നു, മാനുഷിക മാനത്തിന് മൂല്യം കൊടുത്തവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ ലഭിച്ച ആ ബിലെയാം എന്ന രാജാവ്, ബിലെയാം എന്ന പ്രവാചകൻ, അവൻ പ്രയോജനപ്പെട്ടവനായി തീർന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ്റെ അന്ത്യം വളരെ വളരെ ദയനീയമായിരുന്നു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ദാരുണമായൊരു അന്ത്യമായിരുന്നു അത്. സംഖ്യാപുസ്തകം 31 അധ്യായം 8 വാക്യം വായിക്കുമ്പോൾ, നിഹതന്മാരുടെ കൂട്ടത്തിൽ അവൻ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേക്കം, സൂർ, ഹൂർ, രേവ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിൻ്റെ മകനായ ബിലെയാമിനെയും അവർ വാൾ കൊണ്ട് കൊന്നു. ദൈവത്തിന് സ്തോത്രം. ദാരുണമായൊരു അവസാനമാണ് ഒരിക്കൽ ദൈവാത്മാവ് ലഭിച്ച ബിലെയാമിന് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, നാം എത്ര ശ്രദ്ധയോടെ, എത്ര പ്രാർത്ഥനയോടെ, എത്ര ജാഗ്രതത്തോടെ ജീവിക്കണം. പരിശുദ്ധാത്മാവിനെ ആദരിച്ചും മാനിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വഴിയിലൂടെ ദൈവികാലോചനയ്ക്കനുസരിച്ച് നാം നടന്നില്ല എങ്കിൽ അത് വലിയ വിപത്തുണ്ടാക്കുമെന്നാണ് ബിലെയാമിൻ്റെ ജീവിതം കൊണ്ട് കാണുന്നത്. കർത്താവിന് സ്തോത്രം. അവന് പറ്റിയത് എന്തൊക്കെയാണ് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ദൈവത്തെ അറിഞ്ഞുവെങ്കിലും അവൻ ലാഭത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിലെ ചില ലാഭത്തെ സ്നേഹിച്ചു. കർത്താവിന് സ്തോത്രം. പാരിതോഷികങ്ങളും മാനങ്ങളും അവൻ ആഗ്രഹിച്ചു. ദൈവത്തെക്കാൾ പണത്തെ സ്നേഹിക്കുന്നത് നാശത്തിലേക്കാണെന്ന് അവൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. പോകണ്ടായെന്ന് ദൈവം പറഞ്ഞു, പോകണ്ടായിരുന്നു. രണ്ടാമതും ചോദിച്ച് പോയി. രണ്ടാമത് ചോദിച്ചത് തന്നെ അവൻ്റെ ജീവിതത്തിലെ ഒരു വീഴ്ചയായിരുന്നു. ദൈവത്തോടുള്ള അവിശ്വാസമാണ് കണ്ടത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇവനൊരു ഒരു കാഴ്ചപ്പാട് കൊടുക്കുവാൻ, ഒരു സുബോധം കൊടുക്കുവാൻ കഴുത സംസാരിച്ചുവെങ്കിലും ബിലെയാം അതും കണ്ട് പഠിച്ചില്ല. കർത്താവിന് സ്തോത്രം. മൃഗത്തെക്കാൾ പോലെ ഹീനമായി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് ആ മൃഗം ദൈവദൂതനെ കണ്ടു. പക്ഷെ ബിലെയാമിന് കണ്ണുകാഴ്ച, ആത്മീയമായ കാഴ്ച കുറഞ്ഞു പോയതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ വഴികളെയോ ദൈവത്തിൻ്റെ ആലോചനയെ കാണാൻ കഴിഞ്ഞില്ല. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ദൈവനാമത്തോടെ. എന്നാൽ അവന് ദാരുണമായ അന്ത്യം ലഭിച്ചുവെന്ന് സംഖ്യാപുസ്തകം 31:8 നാം വായിച്ചു. അവൻ പോയപ്പോൾ ദൈവജനത്തിന് വലിയൊരു ശാപമുണ്ടാക്കി വെച്ചു. എന്താണ് ശാപം? ആ പരസംഗം ചെയ്യുവാനുള്ള മോവാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനത്തെ പരസംഗം ചെയ്യിച്ച് ജാതികളോട് ഇടകലർത്തി ആ വിഗ്രഹാരാധനയിലേക്കും വ്യഭിചാര ജീവിതത്തിലേക്കും കടത്തിവിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ വീര്യം കെടുത്തി അവരെ തോൽപ്പിച്ച് കളയാമെന്നുള്ള ആ പൈശാചികമായ ഒരു ഉപദേശം ബാലാക്കിന് കൊടുക്കുകയും ആ പ്രവാചകനായ ബിലെയാം അങ്ങനെ ദൈവജനത്തിനെതിരായി ദൈവീയ ആലോചനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഇടയാകുകയും ചെയ്തു. ബിലെയാമിൻ്റെ അനുഭവത്തിൽ നമുക്ക് എന്താണ് പാഠം? ഉണ്ട്, ധാരാളം പാഠങ്ങളുണ്ട്. ആത്മാവിൽ ലഭിച്ചവനായിരുന്നുവെങ്കിലും ദൈവത്തെ അനുസരിക്കുകയോ ദൈവവചനപ്രകാരം മുന്നോട്ട് പോവുകയോ ചെയ്യാത്തത് മൂലം സ്വന്തം ജീവിതത്തിലെ ചില പാപങ്ങളും തിന്മകളും കണ്ടുപിടിച്ച് അതിനോട് യാത്ര പറഞ്ഞ് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക എന്നുള്ള പുതിയ നിയമ വ്യവസ്ഥയും ഉപദേശവും അത് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആത്മാവിൽ ലഭിച്ചു, പക്ഷേ ദൈവത്തിന് പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ദൈവത്തിനും ദൈവജനത്തിനും എതിരായി നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ബിലെയാം പോവുകയും ആ ദാരുണമായ അന്ത്യം വാളിനാൽ കൊല്ലപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകുവാൻ ഇടയാകുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയ യാത്രയിൽ നാം രക്ഷിക്കപ്പെട്ടവരാണ്, മാനസാന്തരപ്പെട്ടവരാണ്. നമ്മുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. നമുക്ക് ലഭിച്ച ഈ പരിശുദ്ധാത്മാവിനെ നാം എങ്ങനെ പ്രയോജനപ്പെടുത്തും? അത് നാം ഉപയോഗിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം പറയുന്നത് പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് നാം ഓരോ ദിവസവും കടന്നു വരണം. ഇല്ലെങ്കിൽ അത് ആപത്താണെന്നുള്ള ഒരു വാണിംഗാണ് ബിലെയാമിൻ്റെ ജീവിതത്തിലൂടെ കാണുന്നത്. പുതിയ നിയമത്തിൽ
ആ വാണിങ് മുഴങ്ങി നിൽക്കുന്നു. ബിലെയാമിൻ്റെ ഉപദേശം, ബിലെയാമിൻ്റെ വഴി, ബിലെയാമിൻ്റെ വഞ്ചന. കർത്താവിന് സ്തോത്രം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാനിട വരാതെ നമ്മെ തന്നെ സൂക്ഷിക്കുക. നമുക്ക് ലഭിച്ച, നമ്മുടെ മേൽ പകർന്നു കിട്ടിയ പരിശുദ്ധാത്മാവിനെ വളർത്തിക്കൊണ്ട്, പരിശുദ്ധാത്മാവാകുന്ന തീ ഊതി ഊതി കത്തിച്ചുകൊണ്ട് ഒരു അഗ്നിഗോളമായി, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിൻ്റെ പ്രയോജനമുള്ളവരായിത്തീരാം, ദൈവജനത്തിന് പ്രയോജനമുള്ളവരായിത്തീരാം. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനമുള്ള ദാസീദാസന്മാരായി നമുക്ക് തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ ബൈബിൾ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇതിപ്പോൾ 6ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ളതായ 5 എപ്പിസോഡുകൾ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. മാത്രമല്ല, ഫോർ മൈ ജീസസ് എന്ന ആ ചാനലിലൂടെ അനേകം പ്രസംഗങ്ങളും സാക്ഷ്യങ്ങളും അതുപോലെ ഗാനങ്ങളും നമുക്ക് ലഭ്യമാണ്. നിങ്ങൾ ഓരോരുത്തരെ പ്രയോജനപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടും.